എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് കണ്ടാലോ. വളരെ സിമ്പിളായി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനല്ല, എൻ്റെ സിസ്റ്ററാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്ത് കാണിക്കുന്നത്. ചേച്ചിക്കൂടെ സമയം പോകാൻ ഇത് ചെയ്തപ്പോൾ ഞാൻ ഓടിപ്പോയി വീഡിയോ എടുക്കുമായിരുന്നു. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള കുപ്പി. ഇനി ഈ കുപ്പി ബ്ലാക്ക് പെയിൻറ്റ് ഒന്ന് ബേസ് കോട്ടായി അടിച്ചു കൊടുത്തതിന് ശേഷം അത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ലെയർ കൂടി ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. തുണികളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സ്പോഞ്ച് മുറിച്ചെടുത്തതാണ് ബേസ് കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പെയിൻറ്റിൽ ഈ സ്പോഞ്ച് മുക്കി ബോട്ടിലിൽ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ബ്രഷ് വെച്ചടിക്കുന്നതിലും നല്ലൊരു ടെക്സ്ചറാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇന്ന് കാണിക്കുന്ന ബോട്ടിൽ ആർട്ടിൻ്റെ പ്രത്യേകത നമ്മൾ ബ്രഷ് ഒന്നും തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ബേസ് കോട്ട് അടിച്ചതിന് ശേഷം കുപ്പി ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടത്തോട് ചെറുതായി പൊട്ടിച്ചെടുത്തതാണ്. ബോട്ടിലിൻ്റെ ഒരു വശത്ത് ഈ മുട്ടത്തോട് ചെറിയ ഗ്യാപ്പ് ഇട്ട് പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് മുട്ടത്തോട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ബോട്ടിലിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ മൊത്തമായിട്ടും ഇങ്ങനെ മുട്ടത്തോടെ ഒട്ടിച്ചു കൊടുത്ത് വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനുശേഷം പല നിറത്തിലുള്ള കളർ എടുത്ത് വിരൽ വെച്ച് തന്നെ മുട്ടത്തോടിന് പുറത്ത് നമ്മൾ എടുത്തിട്ടുള്ള കളേഴ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ബേസ് കളറിൽ നിന്ന് എടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള കളറുകൾ വേണം ഈ മുട്ടത്തോടിൽ അടിക്കാൻ വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാൻ. വ്യത്യസ്തമായ കളറിന് പകരം ഒരു കളർ മാത്രമായിട്ടോ അല്ലെങ്കിൽ മുട്ടത്തോടിനെ അങ്ങനെ തന്നെ നിർത്തി വൈറ്റ് കളറിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ചേച്ചിക്കൂടിന് എടുത്തിരിക്കുന്നത് പച്ച, മഞ്ഞ, റെഡ് കളറുകളാണ്. ഈ കളറുകൾ ഒന്നിച്ച് അടുത്തടുത്ത് വരാത്ത രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് വൈറ്റ് കളർ നിർത്തണമെന്ന് വിചാരിച്ചെങ്കിലും സത്യത്തിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അക്കാര്യം മറന്നുപോയി. 1-2 എണ്ണം പെയിൻറ്റ് അടിക്കാതെ വൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തെടുത്ത ഷേപ്പിന് ഒരു ബോർഡർ കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അമ്മ തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന ലേസിൽ നിന്നും കുറച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ലേസ് ഇല്ലെങ്കിൽ പെയിൻറ്റ് വെച്ച് തന്നെ വരച്ചു കൊടുക്കുകയോ ക്ലേ വെച്ച് ബോർഡർ ചെയ്തുണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മളിവിടെ വീതി കുറഞ്ഞൊരു ലേസാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. എടുത്ത ലേസ് പശ ഉപയോഗിച്ച് ബോട്ടിലിൻ്റെ ഷേപ്പിൽ നമ്മൾ എങ്ങനെയാണ് മുട്ടത്തോട് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ബോർഡർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ ഭാഗത്തും ഒരു ബോർഡർ ചെറുതായിട്ട് വട്ടത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വീതി കൂടിയ ലേസ് എടുത്ത് ബോട്ടിലിൻ്റെ അടപ്പ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത് ഒട്ടിച്ച വീതി കൂടിയ ലേസിൽ നമ്മൾ റെഡ് കളർ പെയിൻറ്റും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബ്രഷ് പോലും യൂസ് ചെയ്യാതെ ഇത്രയും അടിപൊളിയായി ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഡിസൈൻ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.